ദക്ഷിണ കൊറിയയിൽ നാശം വിതച്ചുകൊണ്ട് പടർന്നു കയറുന്ന കാട്ടുതീ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി മാറുകയാണ്. മാർച്ച് 21-ന് ആരംഭിച്ച കാട്ടുതീ സാൻചിയോങ്, ഉയ്സോങ്, ഉൾസാങ്, ഗായ്വോൺ പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തി. വരണ്ട കാറ്റും ഉഷ്ണമേഖലാ സാഹചര്യവുമാണ് തീ പടരാൻ പ്രധാന കാരണം. ഈ ദുരന്തത്തിൽ ഇതുവരെ 18 പേരാണ് മരിച്ചത്. ആയിരങ്ങൾ ഭവനരഹിതരായി. 27,000 ആളുകളെ ഒഴിപ്പിക്കാൻ അധികാരികൾ നിർബന്ധിതരായി. കണക്കുകൾ പ്രകാരം ഏകദേശം 60,000 ഏക്കർ പ്രദേശം കത്തിനശിച്ചുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മുൻകാലങ്ങളിലെ മറ്റ് പല കാട്ടുതീകളെക്കാളും വലിയ നാശനഷ്ടങ്ങൾ ഇത് വരുത്തിവയ്ക്കുന്നുണ്ടെന്ന് ദക്ഷിണ കൊറിയയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഹാൻ ഡെക്-സൂ ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞു. നാശനഷ്ടങ്ങൾ മഞ്ഞുവീഴ്ച പോലെ പെരുകുകയാണ്. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തത്ര നാശനഷ്ടങ്ങൾ കാട്ടുതീയിൽ ഉണ്ടാകുമെന്ന ആശങ്കയുണ്ട്. അതിനാൽ ഈ ആഴ്ചയുടെ ശേഷിച്ച കാലയളവിൽ കാട്ടുതീ അണയ്ക്കാൻ നമ്മുടെ എല്ലാ കഴിവുകളും കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൊറിയ ഹെറിറ്റേജ് സർവീസിലെ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഉയ്സോങ്ങിലെ തീപിടുത്തത്തിൽ 7-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഗൗൺസ എന്ന ക്ഷേത്രം നശിച്ചു. തടിക്കെട്ടിടങ്ങളിലേക്ക് തീ എത്തുന്നതിന് മുൻപ് കല്ലിൽ നിർമ്മിച്ച ബുദ്ധപ്രതിമ ഉൾപ്പെടെയുള്ള ക്ഷേത്രത്തിലെ ചില നിധികൾ ഒഴിപ്പിച്ചു. ദക്ഷിണ കൊറിയയുടെ സാംസ്കാരിക പൈതൃകത്തിൽ അത്യന്തം വിലമതിക്കപ്പെടുന്ന ഈ ബുദ്ധക്ഷേത്രം നശിച്ചത് വലിയ നഷ്ടമായാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. തീ അണയ്ക്കുന്നതിനായി 84 ഹെലികോപ്റ്ററുകൾ, 3970 അഗ്നിശമന സേനാംഗങ്ങൾ, 1600 സൈനികർ എന്നിവയെ വിന്യസിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കൻ സൈന്യവും കാട്ടുതീ നിയന്ത്രണത്തിനായി സഹായങ്ങൾ നൽകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കാട്ടുതീ ബാധിച്ച ഉൾജിൻ, സാംചോങ്, ഗ്യാങ്നുങ്, ഡോങ്ഹെ പ്രദേശങ്ങളെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് പ്രത്യേക ദുരന്ത മേഖലകളായി പ്രഖ്യാപിച്ചു. ഇതിലൂടെ ഭവനരഹിതരായവർക്കും സ്ഥാപനങ്ങൾ തകരാറിലായവർക്കും സാമ്പത്തിക സഹായം നൽകാൻ മാർഗമൊരുക്കും. 650-ലധികം കെട്ടിടങ്ങൾ, അതിൽ തന്നെ 350-ലധികം വീടുകൾ കാട്ടുതീയിൽ കത്തിനശിച്ചു. അതേസമയം തീരദേശ നഗരങ്ങളിൽ ഉൾപ്പെടെ അത്യാഹിത കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. 2000-ലുണ്ടായ വലിയ കാട്ടുതീയേക്കാൾ ഇതിന്റെ വ്യാപ്തി കൂടുതലായിരിക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ വരുന്നത്. അതിനാൽ തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും കാട്ടുതീ അതിലൂടെ നിയന്ത്രണ വിധേയമാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷമുള്ള നിർണായക ഘട്ടം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളായിരിക്കും. വീട് നഷ്ടപ്പെട്ടവരിൽ ആയിരക്കണക്കിന് ആളുകൾ ഉൾപ്പെട്ടതിനാൽ വീടുകളുടെ പുനർനിർമ്മാണം, തൊഴിൽ സഹായം, മാനസികാരോഗ്യ സംരക്ഷണം എന്നിവയ്ക്ക് സർക്കാർ മുൻഗണന നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടൊപ്പം ഭാവിയിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വനസംരക്ഷണ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. ദക്ഷിണ കൊറിയ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ദുരന്തം രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ മേഖലകളിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കും. കരുതലിനെയും കൃത്യമായ ദുരന്ത നിവാരണ നടപടികളെയും മുൻനിർത്തി രാജ്യം വീണ്ടും നിലയുറപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ ജനങ്ങൾ.